Father, we thank you. Hallelujah. Hallelujah. ഹാർവസ്റ്റ് ടെലിവിഷനും കോട്ടയം ഗ്രേസ് ചാപ്പൽ കുടുംബവും ഒന്നിച്ചൊരുക്കുന്ന ഈ ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഞങ്ങളെല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു. We welcome everyone who is joining us from different parts of this globe to a time of prayer, praise and worship. Let's lift our holy hands to the Lord and thank God. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി രണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പം കൂടെ ശബ്ദം ഉയർത്തി രണ്ട് കരങ്ങളും ഹല്ലേലൂയ 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 സ്തോത്രം യേശുവേ. Oh Lord, thank you Lord, thank you Jesus. സ്തോത്രം. Praise God. Come on. എന്തുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്നത്തെ കർത്താവ് യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയമുള്ളവരെ, യേശു അത്ഭുത മന്ത്രിയാണ്. യേശു വീരനായ ദൈവം. യേശു സമാധാന പ്രഭു. ലൂക്കോസ് 1:37. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഉൽപ്പത്തി 18:14. Is there anything too hard for the Lord? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അനുഭവത്തോട് പറയട്ടെ, ഇല്ല. ബൈബിൾ അത് തെളിയിക്കുന്നു, ചരിത്രം അത് തെളിയിക്കുന്നു, ജനലക്ഷങ്ങൾ അത് തെളിയിക്കുന്നു. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി സ്തോത്രം. ആമേൻ. പക്ഷെ നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് ചെറിയ വിഷയമാട്ടെ വലിയ വിഷയമാട്ടെ എല്ലാത്തിനും യേശു മറുപടി തന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യേശുവിന് ചെറിയ വിഷയമില്ല, വലിയ വിഷയവുമില്ല. ആമേൻ. വലിയ രോഗമെന്നും ചെറിയ രോഗമെന്നും മനുഷ്യരതിനെ വിഭജിക്കുന്നത്. വലിയ പാപം, ചെറിയ പാപം. ബൈബിളിൽ കർത്താവിന് ചെറുതാണേലും വലുതാണേലും പാപം പാപം തന്നെയാണ്, രോഗം രോഗം തന്നെയാണ്. ആവശ്യം വലുതാണേലും ചെറുതാണേലും ആവശ്യം ആവശ്യം തന്നെയാണ്. വേദന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേദന വേദന തന്നെയാണ്. കർത്താവിന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്ന ചെറിയ വിഷയമെന്ന് തോന്നുന്നതിന് പോലും കർത്താവ് അത്ഭുതങ്ങൾ കൊടുക്കും. നമുക്ക് ചില നന്മകൾ കേൾക്കാം. നെയ്യാറ്റിൻകരയിൽ നിന്ന് സരോജം എന്നൊരു മാതാവ് നിലവിളിച്ചാണ്. ഈ സഹോദരി ഞായറാഴ്ച വൈകിട്ട് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിപ്പാനെ അപേക്ഷിച്ച് വിഷയം ഇതായിരുന്നു. അവർ ഒരു കിണർ കുത്തിക്കൊണ്ടിരുന്നു. അതുവരെയും വെള്ളം ഉണ്ടായിരുന്നില്ല. അവർ തിങ്കളാഴ്ചയും കൂടി, അതായത് ഇന്നലെ കൂടെ ആ കിണർ അല്പം കൂടെ താക്കാൻ പോകുക, കുഴിക്കാൻ പോകുക, വെള്ളം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് അവർ വീണ്ടും വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവം അത്ഭുതം ചെയ്തു. 180 അടിയോളം വെള്ളം അതിനകത്ത് കയറിയോ. 180 അടി. പ്രാർത്ഥനയുടെ പ്രയോജനം വെള്ളം ഉള്ളിടത്ത് പോയി കിണർ കുഴിക്കുകയല്ല, എവിടെ കിണർ കുഴിക്കുന്നു അവിടെ വെള്ളം വരും. ബൈബിൾ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. ഈ പകൽ കർത്താവ് കൊടുത്ത നന്മയ്ക്ക് രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ആന്റണി എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി, കോട്ടയത്തുള്ള ഒരു ആന്റണി സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് തലയിലും കാലിലും മുഴയുണ്ട്. എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തലയിലും കാലിലും മുഴയുണ്ട്. എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞുള്ള ഒരു ചെക്കപ്പില് നോക്കുമ്പോൾ കാലിലും മുഴ കാണാനില്ല. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശു സർജറി ചെയ്തു. ആരെങ്കിലും ചെയ്തെന്നർത്ഥം.
ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് 2 മുഴ കണ്ടപ്പോ അവർ സർജറി ചെയ്യാനാ തീരുമാനിച്ചത്. അപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം 1 മുഴ അവിടെ ഇല്ലെങ്കിൽ ആരോ സർജറി ചെയ്തു. അത് മറ്റാരുമല്ല, സൃഷ്ടിതാവാം യേശുവാ. ഇന്ന് പകൽ ഇതേപോലെ യേശുവിന്റെ കരം നമ്മുടെ ശരീരത്തിൽ വേണ്ടാതെ വളരുന്നതിനെ എടുത്തു കളയുവാൻ, ഇല്ലാതായതിനെ കൊണ്ടുവന്ന് വെക്കുവാൻ, റീക്രിയേറ്റിംഗ് പവർ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ പുനർജീവിപ്പിക്കുന്ന പുനഃസൃഷ്ടിക്കുന്ന യേശുവിന്റെ ശക്തി ഈ പകൽ നമുക്ക് ലഭ്യമാ. 2 കരങ്ങൾ ഉയർത്തി ആ വിശ്വാസത്തോടെ യേശുവിൽ വിശ്വാസം അർപ്പിച്ചു. ചെറിയാൻ കുഞ്ഞെന്ന് പറഞ്ഞൊരു സഹോദരൻ പല്ലിന് ഇൻഫെക്ഷൻ അതിഭയങ്കരമായ വേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. ചെറിയാൻ കുഞ്ഞ് പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞു. മരുന്ന് കൂടാതെ യേശു അദ്ദേഹത്തെ പൂർണ്ണമായി സൗഖ്യമാക്കി. നന്ദി കർത്താവേ. ട്രിവാൻഡ്രത്ത് നിന്ന് പുഷ്പം സഹോദരി വിളിച്ചു. എന്റെ മകൾ 1.5 മാസം പ്രഗ്നന്റ് ആണ്. അവർ രാത്രി ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണുന്നു, പേടിച്ച് ഉണരുകയും ചെയ്യുമായിരുന്നു. രാത്രിയിൽ ഉറക്കത്തിൽ ദുർസ്വപ്നങ്ങൾ കണ്ട് പേടിച്ചുണരുകയും ചെയ്യുന്നു. എന്നിട്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. 2 ആഴ്ച മുമ്പ് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷം രാത്രി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖകരമായി കടന്നുറങ്ങുന്നു. ദുസ്വപ്നങ്ങൾ കൊണ്ടുവരുന്നത് പിശാചിന്റെ ശക്തികളാണ്. അതിന് മരുന്ന് കഴിച്ചാൽ പോകില്ല, യേശു തന്നെ ഇറങ്ങണം. ബൈബിൾ പറയുന്നു, യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. If Jesus sets you free, you are free indeed. You are 100% free in Christ Jesus. We encourage you. Would you lift your both hands to the Lord and say, Jesus, Amen. I need you. 2 കരം ഉയർത്തി യേശുവോട് പറ, യേശുവേ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം, എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണം. Jesus, come into my life, come into my business, come into my family. Lord, come into my life, Lord, and set me free, Lord. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നെ സ്വതന്ത്രനാക്കണമേ. അതോടൊപ്പം തന്നെ മാതാവ് പറഞ്ഞിരിക്കുന്നത്, ഈ മാതാവ് നേരത്തെ ഏതൊരു വിഷയം വന്നാലും പെട്ടെന്ന് തളർന്നു പോകുമായിരുന്നു. പെട്ടെന്ന് തളർന്നു പോകും. ഞാൻ തളരുകയല്ല, മാനസികമായി തളർന്നു പോകും. ഞാൻ ഇനി എന്തിനാ ഇനി മുമ്പോട്ട് പോകുന്നത്? അത് ആ സ്പിരിറ്റ് ഓഫ് സെൽഫ് പിറ്റി, സ്വയം പരിതപിക്കുന്ന ആത്മാവ്. ഇപ്പോൾ മാതാവ് പറയുന്നത്, ഇപ്പോൾ യേശു കൂടെ ഉണ്ടെന്നും ഏത് പ്രശ്നമാണെങ്കിലും മുമ്പോട്ട് പോകാൻ കർത്താവ് കൃപ തരുമെന്നൊരു ധൈര്യത്തോടെ യേശു കൂടുണ്ട്. വാട്ട് മോർ വി നീഡ്? നമുക്ക് ഇനിയും വേറെ എന്താ ആവശ്യം? സകലത്തെയും സൃഷ്ടിച്ച കർത്താവ് യേശു കൂടെ നിന്നാൽ പിന്നെ വേറെ എന്താ നമുക്ക് ആവശ്യം? ചെറിയ വിഷയത്തിൽ പോലും തളർന്നു പോകുന്ന വ്യക്തി യേശുവിനെ അനുഭവിച്ചപ്പോൾ പറയുന്നു, നോക്കിക്കേ, യേശു കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമുള്ളത് കൊണ്ട് ഏത് വിഷയത്തെയും ധൈര്യത്തോടെ നേരിടുവാൻ സാധിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രിയമുള്ളവർ കടന്നു പോകുന്ന ഏതു സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, ഹലോ പ്രമോദ്. Pastor, good morning. Praise the Lord, Pastor. Come on. Pastor, നമ്മൾ കഴിഞ്ഞ ദിവസം RCCയിലുള്ള ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. അനന്യ 1.5 വയസ്സുള്ള. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചു. ആ കുട്ടിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ പ്രാർത്ഥനാ പോരാളി കഴിഞ്ഞ ദിവസം ഉഷ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആന്റി അവിടെ പോവുകയും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ഇപ്പൊ അവിടെ സംഭവിക്കുന്നത്, അവർ ഇന്നു മുതൽ RCCയിൽ നമ്മുടെ കൂടെ ആ കുഞ്ഞുങ്ങളുടെ വാർഡ് ഈ ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. RCC രാവിലെ ഈ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഡോക്ടർ ഉഷ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനാ പങ്കാളിയായി ഞങ്ങളോടൊപ്പം നിൽക്കുവാൻ സന്മനസ് കാട്ടുന്നതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ രാജ്യത്തിൽ നമുക്ക് ഒന്നിച്ച് ധാരാളം ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം, നമുക്ക് ജീവിക്കണം, കർത്താവിന്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്നലെ ആ ഡോക്ടർ ഈ RCC പോയിട്ട് അവിടെ ഉള്ളവരോട് സംസാരിച്ചു. ഇന്ന് രാവിലെ അധികാരികൾ പ്രാർത്ഥനയുടെ ഈ ചാനൽ തുറന്നു കൊടുക്കുക. ഇത് സംഭവിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, അനന്യയുടെ പേരൻസ് പറഞ്ഞു, എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു, അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാസ്റ്റർ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. എനിക്ക് നന്നായി അറിയാം നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം മനുഷ്യർക്ക് വിവരിക്കാൻ കഴിയുന്നതല്ല.
മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്ന വേദനയും അല്ല. Hallelujah. എന്നാൽ ബൈബിൾ പറയുന്നു, മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്താ കാരണം? 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, യഹോവ എന്റെ ഇടയനാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയിലും യേശുവിലുള്ള വിശ്വാസത്തിലും നിൽക്കാം. യേശുവിൽ നിന്നുള്ള സമ്പൂർണ്ണ സൗഖ്യം നിങ്ങളുടെ മക്കൾ അനുഭവിക്കും. ഞാൻ ഉറപ്പായി പറയട്ടെ, 100% സൗഖ്യം, 100% സൗഖ്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും. ആ രോഗവും അതിന്റെ അനുബന്ധ അവസ്ഥകളും പറയുന്നതല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വാഴാൻ പോകുന്നത്. യോഹന്നാൻ 10:10, യേശു വന്നത് നമുക്ക് ജീവനും സമൃദ്ധമായ ജീവനും ഉണ്ടാകുവാനും. രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുൻപായി നമ്മുടെ ജീവിതത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവോട് പറ, യേശുവേ എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട് എന്റെ കുടുംബത്തിലേക്ക്, എന്റെ കുഞ്ഞുങ്ങളിലേക്ക്. കർത്താവേ, മക്കൾ നേരിടുന്ന രോഗനിമിത്തം ഉടയുന്ന മാതാപിതാക്കൾക്കായി, അവരുടെ സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം അവരുടെ മേൽ ഇപ്പോൾ വയ്ക്കണം. അപ്പാ യേശുവേ, അങ്ങയുടെ കരം ഈ മക്കളുടെ മേൽ വയ്ക്കണം. അവരെ ഓരോരുത്തരെയും അവിടുന്ന് കടന്നു പിടിച്ച് അങ്ങയുടെ മാർവോട് ചേർത്ത് അണയ്ക്കുന്ന ആ സ്നേഹം അവരിലേക്ക് ഇപ്പോ യേശുവേ, യേശുവേ, യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം തൊട്ടവരെ സൗഖ്യമാക്കണം. അവരുടെ ഉടഞ്ഞ മനസ്സുകളെ, ഹൃദയത്തെ അവിടുന്ന് ബലപ്പെടുത്തണം. യേശു കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം അവരനുഭവിക്കട്ടെ. കർത്താവേ, ആ മക്കൾക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. അനന്യ മാത്രമല്ല, ആ ഹോസ്പിറ്റലായിരിക്കുന്ന ഓരോ കുഞ്ഞിനെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തികഞ്ഞ സൗഖ്യം ആ മക്കളിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ കരങ്ങൾ, കാലുകളിൽ ശരീരത്തിലേറ്റ മുറിവുകൾ അത് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി ആയതുകൊണ്ട്, യെശയ്യാവ് 53:4-5 ഞങ്ങൾ അങ്ങനെ വായിക്കുന്നത് കൊണ്ട്, Lord, we read in your word that by your stripes we are healed. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു വിളിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളുടെ മേൽ സൗഖ്യം കൽപ്പിക്കുന്നു. അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫ് ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തോടെ കടന്നു വരും. അടുത്ത ദിവസം RCCയിൽ നിന്ന് പ്രാർത്ഥനയുടെ ഫലമായി 100% സൗഖ്യം അനുഭവിക്കുന്നവരുടെ സാക്ഷ്യം ഇവിടെ നിന്ന് കേൾക്കുവാൻ സാധിക്കും. ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി യെസ് ഇറങ്ങി വന്ന് ഒരു അത്ഭുതം. ബിജുവിന്റെ മകൻ 8 വയസ്സുള്ള ആൽവിൻ ശ്വാസം മുട്ടലും അലർജിയാലും ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കോട്ടയം കഞ്ഞിക്കുഴിയില് ഉള്ള ബൈജുവിന്റെ ഈ മകന്റെ മേൽ, 8 വയസ്സുള്ള കുഞ്ഞിന്റെ മേൽ ബാധിച്ചിരിക്കുന്ന രോഗ ആത്മാവിനോട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. തിരുവനന്തപുരത്ത് നിന്ന് സുകുമാരൻ എന്ന് പറഞ്ഞ സഹോദരൻ വിളിച്ചിരിക്കുന്നു. നടക്കാൻ ഒട്ടും വയ്യ, കാലിന് വേദനയാൽ ഭാരപ്പെടുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയും സൗഖ്യം അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പത്തനംതിട്ടയിൽ നിന്ന് സാലി വിളിച്ചിരിക്കുന്നു. മകൻ ഇംഗ്ലണ്ടിലാണ്. 15-ാം തീയതി വിസ തീരും, വിവാഹം നടക്കണം. രണ്ടാമത്തെ മകന് ജോലിയിൽ പ്രയാസമാണ്. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇംഗ്ലണ്ടിലായിരിക്കുന്ന മകന് കർത്താവ് 15-ാം തീയതി വിസ തീരുന്നതിന് മുൻപായി അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കണം. വിവാഹം നടക്കണം കർത്താവ്. രണ്ടാമത്തെ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി മകന് ലഭിക്കട്ടെ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്തനംതിട്ടയിൽ ഏലിയാമ്മ എന്ന് പറയുന്ന സഹോദരി വിളിച്ചിരിക്കുന്നു. മകന്റെ മദ്യപാനം മാറണം, വണ്ടിയുടെ ലോൺ ശരിയാകണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സൗഖ്യവും രക്ഷയും അനുഭവിക്കട്ടെ. സാമ്പത്തികമായ വിഷയത്തിന്റെ മേൽ നിന്റെ കരം വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബേബി വിളിച്ചിരിക്കുന്നു. ഒരു സർജറി കഴിഞ്ഞ് ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുന്നു. ഇതുവൽക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദോഹയിലുള്ള ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ജോലി തിരികെ ലഭിക്കുവാൻ കോഴഞ്ചേരിയിൽ നിന്ന് സുമ എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നഷ്ടമായി പോയത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൊച്ചിയിൽ നിന്ന് നിവിൻ വിളിച്ചിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്റർവ്യൂ നടക്കുമ്പോൾ കർത്താവ് നന്നായി പെർഫോം ചെയ്യുവാനൊക്കെ വേണം. കർത്താവിന്റെ പ്രവർത്തിയോടെ വെളിപ്പെടണമേ. ആവശ്യമായി ജ്ഞാനം അവന് കൊടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. മോന്റെ മാനസാന്തരത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. തെറ്റായ ബന്ധങ്ങളിൽ അവൻ പുറത്തു വരട്ടെ. ദൈവ പ്രവൃത്തിയ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ശൈലജ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് മദ്യപാനം മാറണം, കടഭാരത്താൽ ഭാരപ്പെടുന്നു. ഇതുപോൽക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, മദ്യപാനശക്തി യേശുവിന്റെ നാമത്തിൽ ആ മകനിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറട്ടെ. കർത്താവ്, സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. വീടിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതിനായി എറണാകുളത്ത് നിന്ന് ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ ഭവനത്തിനകത്തൊരു മാറ്റം ഉണ്ടാകട്ടെ. ദൈവിക നന്മകൾ തുറന്നു വരട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിന് രാജലക്ഷ്മി വിളിച്ചിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ട് മോളിക്ക് ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോൽക്കാൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, മകളുടെ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതുപോൽക്കാൾ ബ്ലീഡിങ്ങിനെ ഞങ്ങൾ നിർത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അജിത്തിന്റെ കൂട്ടുകാരന്റെ പിതാവ് ഹാർട്ട് അറ്റാക്ക് നിമിത്തം ICUവിൽ മെഡിക്കൽ കോളേജിലായിരിക്കുന്നു. കുമാരനിൽ നിന്ന് അജിത്ത് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ പിതാവിന്റെ മേൽ സമ്പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഹൃദ്രോഗ സംബന്ധമായി നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ പ്രയാസപ്പെടുന്നെങ്കിൽ ഈ സന്ദർഭത്തിൽ ഒന്നുകിൽ നിങ്ങളുടെ മാർബിൾ തന്നെ കരങ്ങൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സൗഖ്യം വ്യക്തമായി നിങ്ങൾ അനുഭവിക്കും. വെളുപ്പിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പകലിന്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് വ്യക്തമായി പറഞ്ഞു, അനേക ഹൃദ്രോഗ ബാധിതരെ കർത്താവിന് സൗഖ്യമാക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയില്ലായിരുന്നു ഈ റിക്വസ്റ്റ് ഇവിടെ വരുമെന്ന്. ഇന്ന് പകൽ വ്യക്തമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ ഭാരപ്പെടുന്നവരുടെ മേൽ ഇന്ന് പകൽ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. തികഞ്ഞ സൗഖ്യം ഇപ്പോൾ അവരിൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. നമ്മള് മിഡിൽ ഏജ് കപ്പിൾസിന് വേണ്ടിയാണ് ഇനി അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും മധ്യവയസ്കരായ അനേകം പേർ പേഴ്സണലി ഫോണിലൂടെ മെയിൽ വഴി പാസ്റ്റർ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രായമുള്ളവർക്ക് വേണ്ടി, യങ് കപ്പിൾസിന് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, മിഡിൽ ഏജ് കപ്പിൾസ് പാസ്റ്റർ പലരും വിളിച്ച് അവരുടെ ആ വേദന പങ്കുവെക്കാറുണ്ട്. പാസ്റ്ററെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ജീവിതങ്ങളാണ്. അതെ പാസ്റ്റർ, ഇത് മുഴുവൻ വിളിക്കുന്നതാ. ഇതെല്ലാം റിയലാ. ഒരെണ്ണം പോലും അന്യമായിട്ടുള്ളതില്ല. ഇതെല്ലാം റിയലാ. നമുക്ക് അവർ കടന്നു പോകുന്ന അവര് പറയുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് എടുത്ത് പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുവാന്ന് അവർ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ട് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രമോദ്, ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, രണ്ട് നമ്മുടെ പ്രാർത്ഥനാ പങ്കാളികൾ നമ്മോടൊപ്പം കൂടെ നിൽക്കുക. എനിക്കറിയാം പ്രമോദ്, ഇന്നലെ ഒരു പാസ്റ്ററിനെ വിളിച്ചു, അമ്പൂരിക്ക് അപ്പുറത്തു നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ശുശ്രൂഷ ഫെബ്രുവരി 1 ഞങ്ങൾ വെറുതെ ടെലിവിഷൻ തുറന്നപ്പോ കിട്ടിയതാ. അന്ന് തൊട്ട് ഉപവസിച്ചും അല്ലാതെയും അദ്ദേഹത്തിന്റെ സഭയിലുള്ള ധാരാളം ആളുകൾ ഈ ശുശ്രൂഷയിൽ നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മൾ കണ്ടിട്ടില്ല. ദൈവസ്നേഹം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രാർത്ഥന പങ്കാളികളെ ദൈവത്തിന്റെ ആത്മാവിനാ സമൂഹത്തിന്റെ എല്ലാ തുറകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥനയിലൂടെ യേശുവിന്റെ സ്നേഹത്തിലൂടെ
അവരുടെ കണ്ണുനീരൊപ്പുവാൻ നമുക്കിടയാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഇന്ന് മധ്യവയസ്കരായ കുടുംബങ്ങൾക്കായി വിശിഷ്യ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കൂടെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ പ്രായത്തിലാണെങ്കിൽ, അല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആ പ്രായത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, കുഞ്ഞുങ്ങളെ കുറിച്ച്, അവരുടെ ഭാവിയെ കുറിച്ച്, അവരുടെ പഠനത്തെ കുറിച്ച്, അവരെന്ത് നിലയിലെത്തിച്ചേരും, ഒരുപാട് ആശങ്കകൾ, ജോലിയിലും വരുമാന മാർഗങ്ങളിലുമുള്ള ആശങ്കകൾ, കുടുംബത്തിനകത്ത് ഉയരുന്ന ആശങ്കകൾ, പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും വളരെയധികമായി വിഷമിക്കുന്ന ഒരു പ്രായമാണ് ഇന്ന് പകൽ. സഹോദരങ്ങളെ, ഞങ്ങൾ ഇങ്ങനെ ഉറപ്പായി പറയട്ടെ, നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ ബൈബിൾ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇന്ന് പകൽ ഞങ്ങളോട് ചേർന്ന് ആ രണ്ട് കരങ്ങളും യേശുവിൽ അർപ്പിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ അടയാളമായി ആ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് നമ്മെയും നമ്മുടെ ഭാരത്തെയും യേശുവിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മധ്യവയസ്കരായ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ധാരാളം സംഘർഷങ്ങൾ അവർ കടന്നു പോകുന്നുണ്ട്. മക്കളെ ഓർത്തുള്ള ആദി, അവരേത് നിലയിൽ എത്തിച്ചേരുമെന്നുള്ളതായ സ്വപ്നങ്ങൾ, ആ നിലയിൽ അവരെ സഹായിക്കേണ്ടതിനുള്ളതായ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ടതുള്ള കഷ്ടപ്പാടുകൾ, കുടുംബത്തിനകത്തുള്ള വിഷമതകൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു ദുസ്വഭാവങ്ങളുടെയും അടിമത്തങ്ങൾ, വിവിധ നിലകളിൽ ക്ലേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് അത്താണിയായി ഈ മക്കൾക്കായി ഇറങ്ങണമേ. ഈ പകൽ പ്രാർത്ഥിക്കുന്നു, അപ്പാ അങ്ങയുടെ കരം അവരുടെ മേൽ വയ്ക്കണം. അടിമത്തങ്ങൾ മാറട്ടെ, കെടുതികൾ ആ കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ, തകർച്ചകൾ ആ കുടുംബത്തിൽ നിന്ന് മാറട്ടെ, ഉയർന്ന വരുമാനം അവർക്കുണ്ടാകട്ടെ. യേശു അവരുടെ കൂടെ ഇറങ്ങി നിൽക്കുന്നത് അവർക്ക് എന്നും അനുഭവമാകട്ടെ. യേശുവിലുള്ള സമൃദ്ധമായ ജീവിതം അവർ ഓരോരുത്തരും അനുഭവിക്കും. അവരുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. നമ്മുടെ മധ്യവയസ്കരായ ദമ്പതികളുടെ മക്കൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. പ്രമോദ് ചേർന്ന് പ്രാർത്ഥിക്കും ഞങ്ങളോടൊപ്പം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ കരം കൂടെ ഇരിക്കണമേ കർത്താവേ. അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വഴിയില്ലാത്തത് വഴിയായി നിൽക്കുന്ന യേശു കർത്താവേ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കർത്താവേ. ആമേൻ. 8 വയസ്സുള്ള ആൽവിൻ ശ്വാസമുട്ടലും അലർജിയാലും ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ സൗഖ്യവും വിടുതലും ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുക. അല്ലെങ്കിൽ ഇമെയിലിൽ, സ്ക്രീനിൽ ആ ഇമെയിൽ അഡ്രസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജനം നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്കായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും ഈ സ്ക്രീനിൽ കാണുന്ന 3 നമ്പറുകളും പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾ വിളിച്ചാൽ 3ാമത്തെ ബെല്ലടിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഞാൻ ഉറപ്പു തരട്ടെ, വാത്സല്യ സഹോദരി സഹോദരന്മാർ ആ ഫോണിൽ നിങ്ങളോടൊപ്പം എത്തിച്ചേരും. അഥവാ നിങ്ങളുടെ കോള് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ച് ഞങ്ങൾ വിളിക്കുകയും ചെയ്യും. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ കൂടെ നിൽപ്പാൻ, വിശ്വസിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽപ്പാൻ ഒരു കൂട്ടം സഹോദരി സഹോദരന്മാർ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ലോകരാജ്യങ്ങൾ ആയിരങ്ങൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ നിൽക്കുന്നു. യേശു എത്ര നല്ലവനാ. 2 കരങ്ങൾ ഉയർത്തി ചേർന്ന് ട്രിവാൻഡ്രത്തുനിന്ന് ഷീനെ വിളിച്ചിരിക്കുന്നു. ബ്രദറിന് മസ്കറ്റിലേക്ക് പോകാനുള്ള വിസ ശരിയായി, ഡേറ്റ് കൊണ്ട് ലഭിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും. വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. എത്രയും വേഗം കർത്താവ് ഡേറ്റ് ലഭിക്കട്ടെ, സുഖകരമായി കടന്നു പോകുവാൻ അങ്ങ് സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുകയാണ്. ഹാർട്ടിന് പ്രോബ്ലം ഭാരപ്പെടുന്നു. ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകണം. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതവസ്ഥയിലായിരുന്നാലും കർത്താവേ ആ സ്ഥാനത്തേക്ക് ഇറങ്ങുമെന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാലം കർത്താവിടെ ഇറങ്ങട്ടെ. ഇതുവൽക്കാലം പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആലുവയിലുള്ള സുരേഷ് ബ്രദർ കമ്പനിയിലെ വാഹനം മോഷണം പോയി. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി.
പക്ഷേ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു, വാഹനം കിട്ടി, മോഷ്ടാക്കളെയും കിട്ടി. Glory to the Lord. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. Hallelujah. സ്തോത്രം. Thank you Lord. തിരുവനന്തപുരത്ത് സുജാതനെ വിളിച്ചിരിക്കുന്നു. വസ്തുവിന് കടമുണ്ട്, അത് ജപ്തി നടപടി നിർത്തിവെക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൽക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ വസ്തുവിന്മേലുള്ള എല്ലാ കടത്തിന്റെ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഒരിക്കലും ജപ്തി നടക്കാതെ അതിനുവേണ്ടി ദൈവത്തിന്റെ പ്രവർത്തിയോടെ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കോളോ, come on. ഹലോ, 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 ഹലോ. യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ല. ലിവറിലെ മുഴ ടെസ്റ്റ് ചെയ്തു, ഇന്ന് റിസൾട്ട് വരും. ഒരു തരത്തിലും വിഷമിക്കാനിടയാകാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസും ഈ സിസ്റ്റർ പ്രിയയുടെ മേൽ ഉണ്ടാകട്ടെ. ആകുലതകൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രത്ത് നിന്ന് ഉഷ വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡിന്റെ മദ്യപാനം മാറണം, അവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ഒന്നിച്ച് കർത്താവ് ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്നും അദ്ദേഹം പുറത്തു വരട്ടെ. യേശുവിന്റെ സമാധാനം അദ്ദേഹം അനുഭവിക്കുമാറാകട്ടെ. കർത്താവ് ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗവൺമെന്റ് നല്ലൊരു ജോലി ലഭിക്കാനും അങ്ങ് സഹായത്തിനുള്ള വഴി തുറന്നാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തൃശ്ശൂരിൽ നിന്ന് റിജി, ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ എനിക്കായി എന്റെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. MBBSന്റെ എക്സാം എളുപ്പമായി എഴുതുവാൻ യേശു എന്നെ സഹായിച്ചു. പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകൾക്ക് കൊടുത്ത നല്ല ഉയർച്ചയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവളുടെ എക്സാംസിൽ അവിടുന്ന് യേശുവെ കൂടെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്നായിട്ട് എക്സാം എഴുതുവാൻ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. ഇനിയും തുടങ്ങുന്ന പ്രാക്ടിക്കൽ എക്സാം നന്നായിട്ട് പഠിച്ചെഴുതുവാൻ, നന്നായിട്ട് ചെയ്യുവാൻ അവിടുത്തെ കൃപ കൊടുക്കും, യേശുവിൻ നാമത്തിൽ. തിരുവനന്തപുരത്ത് നിന്ന് രാജി വിളിച്ചിരിക്കുന്നു. കുടുംബജീവിതത്തിൽ ഭയങ്കര പ്രയാസത്തോടെ കടന്നു പോകുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്നു. ജോലി ലഭിക്കണം, അനിയത്തിക്ക് തലമുറ ലഭിക്കണം. ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. മാറിപ്പോട്ടെ, ഭിന്നത മാറിപ്പോട്ടെ കർത്താവ്. അവർ ഒന്നിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തലമുറയെ കൊടുത്ത് മാനിക്കണമേ കർത്താവ്. സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു തലമുറയെ കൊടുത്ത് അവിടെ മാനിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ, ഹലോ. ഹലോ, കേക്കാം ബ്രദറെ, പറഞ്ഞാട്ടെ. നമ്മള് ശനിയാഴ്ച നമ്മളവിടെ കൂടിയപ്പോ അതിന്റെ ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആരാ വിളിക്കുന്നേ? ട്രിവാൻഡ്രത്ത് സുരേഷ്. ഞങ്ങളിപ്പോ സുരേഷിന്റെ പറഞ്ഞ ആ വിടുതലിന്റെ സാക്ഷ്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിലൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പ്ലീസ് പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് പാസ്റ്ററെ, ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് അശ്രാദോട്ട് സംഭവിച്ചതാണ്. താക്കോല് കൂടിയാണ് വണ്ടി നഷ്ടപ്പെട്ടത്. താക്കോല് കൂടെയാണ് വണ്ടി നഷ്ടപ്പെട്ടത്. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ഭയങ്കര വലുതായിരുന്നു. തീർച്ചയായിട്ടും ആ വണ്ടിയിൽ വേറെ എന്തെങ്കിലും കയറ്റിക്കൊണ്ട് ചരസോ എന്തെങ്കിലും കയറ്റി പിടിച്ചാൽ അത് എല്ലാവർക്കും ബാധിക്കുന്ന വിഷയമായി മാറിയനെ. പക്ഷെ കർത്താവ് ഇടവിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം തിങ്കളാഴ്ച കാലത്ത് ഇവിടുത്തെ റെയിൽവേ യാർഡിൽ വണ്ടികളുടെ ഈ കൂട്ടത്തിൽ തപ്പാൻ പറഞ്ഞപ്പോ നോക്കിയപ്പോ ഈ വണ്ടി കണ്ടുപിടിക്കുകയും, അത് മാത്രമല്ല വണ്ടി കണ്ടുപിടിച്ചപ്പോ നമ്പർ വേറെ ആയിരുന്നു, പക്ഷെ ഇന്ത്യൻ നമ്പർ വെച്ച് കണ്ടുപിടിച്ച് വണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ അതിന്റെ അടുത്ത് 2 പിള്ളേർ കിടന്ന് മാറുന്ന കണ്ടു. ആ വിവരം അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷൻ അറിയിച്ചപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ അവരപ്പൊ തന്നെ വന്ന് ആ പിള്ളേരെ ഓടിച്ചിട്ട് പിടിച്ചു. അവരുടെ കയ്യിൽ താക്കോലും കിട്ടി. നമ്മുടെ പോലീസുകാരുടെ ആ സമയോചിതമായ ഇടപെടൽ എത്ര നല്ലതല്ലേ. മാത്രവുമല്ല ബസ് അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. എനിക്ക് അതുകൊണ്ട് ഞാനൊരു വിശ്വാസിയാണെന്നും പറഞ്ഞ് ഞാൻ SIയോടും അവിടെയുള്ള പോലീസുകാരോടും സംസാരിച്ചു. ഇങ്ങനത്തെ പ്രാർത്ഥന കൊണ്ടുള്ള ഗുണങ്ങളുടെ കാര്യങ്ങൾ പറയാനൊരു സാഹചര്യം. വെരി ഗുഡ്. യേശുവേ, ഞങ്ങൾ നന്ദി പറയുന്നു. സാധ്യമാക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. യേശു എത്ര നല്ലവനല്ലേ സുരേഷ് ബ്രദറെ. നമുക്ക് മോഷണം പോയാലും
രോഗമാണെങ്കിലും കെടുതിയാണെങ്കിലും തകർച്ചയാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും പോകാനൊരു സ്ഥലമുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ യേശു, ഭൂമിയിലും യേശു. Whom we have in heaven but thee, O Lord. Whom we have on earth but thee, O Lord. സുരേഷ് ബ്രദറെ, നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെസ്, യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, യേശു എത്ര നല്ലവൻ, ഇപ്പൊ വന്നൊരു പ്രൈസ് റിപ്പോർട്ട് കണ്ടോ? വണ്ടി മാത്രമല്ല നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടുന്നത്, വർഷങ്ങളായി നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്നു കൊച്ചുമോൾ. അന്ന് തന്നെ മകന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഹല്ലേലൂയ. വണ്ടി മാത്രമല്ല, സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എന്താണെങ്കിലും കർത്താവ് അത് തരും. യേശു അത്ഭുത മന്ത്രിയ. പ്രിയമുള്ളവരെ, ചേർന്ന് കരങ്ങൾ ഉയർത്തി. കൊട്ടാരക്കരയിൽ നിന്ന് ജെയിംസ് വിളിച്ചിരിക്കുന്നു. തലമുറകൾക്ക് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അനേകം തലമുറകൾ നാശത്തിലേക്ക് പോകുന്ന അവർ രക്ഷയിലേക്ക് വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ഒന്നിച്ച് കർത്താവ് ആ ജെയിംസിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ തലമുറകളെ കൊടുത്ത ആ കുടുംബത്തെ മാനിക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാക്കി മാനിക്കണം. അതുപോലെ തന്നെ നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ യേശുവിനെ സ്നേഹം പിടിക്കപ്പെടട്ടെ. കർത്താവിന് ഈ ലോകത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവിനെ സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. മകൾക്ക് ഷുഗർ, ശരീരത്തിന് പെരുപ്പ്, വേദന, പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ രോഗത്തിന്റെ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഷുഗറിന്റെ അളവ് നോർമൽ ആകട്ടെ. കർത്താവേ, എന്റെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് സാലി വിളിച്ചിരിക്കുന്നു. ഏബൻ 11 മാസം തക്കാളി പനിയാൽ ഭാരപ്പെടുന്നു, പല്ലുവേദന, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ ആ കുടുംബം കടന്നു പോകുന്നു. കർത്താവ്, ഞാൻ ഒന്നിച്ച് ഏബന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ ആരോഗ്യം അവന്റെ മേൽ വ്യാപരിക്കും. ആ പനിയിൽ നിന്ന് അവൻ പൂർണ്ണമായി സൗഖ്യമുള്ളവനായി തീരട്ടെ. കർത്താവേ, ആ സാലിക്കുള്ള പല്ലുവേദന സൗഖ്യമാകട്ടെ. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശാലതയിലേക്ക് അങ്ങ് നയിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. കോട്ടയത്ത് നിന്ന് ജോലി പഠിച്ചിരിക്കുന്നു. ബിസിനസ്സിന് ഉയർച്ച ലഭിക്കണം, സ്ഥലം വയ്ക്കണം. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ ബിസിനസ് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അവരാഗ്രഹിക്കുന്നവരെ ആ സ്ഥലം വിൽക്കുവാൻ കർത്താവ് സഹായിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് ശോഭ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ മദ്യപാനം മാറണം, മക്കൾക്ക് നല്ല ജോലി ലഭിക്കണം. കർത്താവ്, ഞാൻ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഹസ്ബൻഡിന്റെ മദ്യപാനം മാറട്ടെ. യേശുവിന്റെ സ്നേഹത്താൽ, യേശുവിന്റെ സമാധാനത്താൽ ആ കുടുംബം നിറയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അങ്ങ് മാനിച്ചാട്ടെ, ഉയർത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തിലെ ദുരന്ത വാർത്തകളാണ്. കോളേജ് വിദ്യാർത്ഥികളുടെ വിനോദയാത്ര ദുരന്തമായി 8 മരണം. ഇന്നലെ ഈ കോളേജിന്റെ അധികാരികൾ പലരും പ്രാർത്ഥന കേരളത്തിലേക്ക് വിളിച്ചിരുന്നു. അധ്യാപകർ പലരും വിളിച്ചു. ഈ മാതാപിതാക്കൾ, സഹോദരങ്ങൾ കടന്നുപോകുന്ന, കൂട്ടുകാർ കടന്നുപോകുന്ന തീവ്രമായ ദുഃഖം ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് തന്നെയാണ് മിക്ക ഈ മരിച്ച 8 പേരുടെയും വീടുകൾ. ആ ഏരിയയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സന്ദർശിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്കൊന്നിച്ച് ലോകരാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ ദൈവിക സമാധാനം ഇറങ്ങേണ്ടതിന് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദീപു ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്. ഓ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആ വേദനയിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ സ്വസ്ഥതയാൽ ആ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നെയ്യാർ ഡാമിൽ സുനിൽ വിളിച്ചിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം. അദ്ദേഹത്തിന് ഗവൺമെന്റ് റാങ്ക് ലിസ്റ്റിലുണ്ട്. അദ്ദേഹത്തിന് നല്ല ജോലി ലഭിക്കണം. ഇപ്പോൾ നടക്കുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം. ഭാര്യയ്ക്ക് നല്ല ജോലി വേണം. 2 മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം. കർത്താവ്, ഞാൻ ഒന്നിച്ച് സുനിലിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകുമാറാകട്ടെ. ലഭിക്കേണ്ട ജോലിയിൽ ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഉയർത്തണം, മാനിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ.
കുമ്പളയിൽ നിന്ന് മിനി എന്ന് പറഞ്ഞ ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. കുടുംബത്തിൽ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവിക സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ആ തകർച്ചയുടെ നടുവിലും ദൈവ പ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെട്ട് വരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ട്രിവാൻഡ്രത്ത് നിന്ന് ഏലിയാമ്മ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് കാലിന് വേദന, ആർത്രൈറ്റിസിന് പ്രോബ്ലം, അതിനാൽ ഭാരപ്പെടുന്നു. അതുപോലെ തന്നെ മകന് മൈഗ്രെയിൻ്റെ പ്രയാസം ഉണ്ട്. അതുപോലെ തന്നെ മക്കളും മരുമോനും USA-ലാണ്. അല്ല, അവർ 2 സ്ഥലത്ത് ഒന്നിച്ച് ജീവിക്കാൻ ദൈവം കൃപ നൽകണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഹസ്ബൻഡ് കർത്താവ് കാലിന്റെ വേദന യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ കുഞ്ഞിന്റെ മൈഗ്രെയിൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ്, മകളും മരുമനും കർത്താവ് ഒന്നിച്ച് താമസിക്കുവാൻ തക്കണം. അങ്ങ് വഴികൾ ഒരുക്കാട്ടെ, സാഹചര്യങ്ങൾ ഒരുക്കാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക, അല്ലെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീടുള്ള സമയത്താണെങ്കിലും വിളിക്കുക. തീർച്ചയായിട്ടും ദൈവജനം നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. യേശുവിന്റെ അത്ഭുത കരം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയും. നമ്മൾ ഒന്നിച്ച് വീണ്ടും ആ പഴയ നേരത്തെ പാടിയ ആ പാട്ടതിന്റെ ഒരു നിമിഷം കൂടെ ചേർന്ന് പാടാൻ പോവുക. യേശു എത്ര നല്ലവൻ. നമ്മുടെ വീടുകൾക്കകത്ത്, ആശുപത്രിയില്, എയർപോർട്ടില്, പോലീസ് സ്റ്റേഷനില്, ഏതു സ്ഥലത്തിരുന്ന് ഈ ശുശ്രൂഷകൾ ഞങ്ങളോടൊപ്പം പങ്കാളികളാകുന്നത്, ടെലിവിഷനിലൂടെ ആകട്ടെ, ഇന്റർനെറ്റിലൂടെ ആകട്ടെ, ഏതു രീതിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും 2 കരങ്ങൾ ഉയർത്തി, ഇത് നിങ്ങളുടെ സാക്ഷ്യമാണ്, ഇത് യേശു നിങ്ങൾക്ക് തരുന്ന അനുഭവമാണ്. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. ഇൻ ജീസസ് വി ഹാവ് ദ ബ്രൈറ്റ് ഫ്യൂച്ചർ. പ്രമോദേ, പാസ്റ്റർ, നമ്മൾ ഇന്ന് സ്പോർട്സ് ആൻഡ് ഗെയിംസിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവാം. തീർച്ചയായിട്ടും അവരെ റെപ്രസെന്റ് ചെയ്ത് ഷട്ടിൽ കളിക്കുന്ന ഒരു കുഞ്ഞ് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അവന് ഞാൻ ക്ഷണിക്കട്ടെ പാസ്റ്റർ? തീർച്ചയായിട്ടും. പ്ലീസ് കം. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയാ ഉള്ളത്. യേശു എത്ര നല്ലവനാണ്. ധാരാളം വിഷയങ്ങൾ നിമിത്തം കരയാൻ കാരണങ്ങളുണ്ടാകാം. പക്ഷെ 2 കരവും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി. Yes. Hey, come on. മോന്റെ പേരെന്നാ? സ്റ്റീഫൻ. എവിടെയാ പഠിക്കുന്നത്? കോട്ടയം ക്ലബ്. പഠിക്കുന്നത് എവിടെയാ? മെരിയൻ സ്കൂൾ. മെരിയൻ സ്കൂളില്. എത്രയിലാ? 6th. ഈ സ്റ്റീഫൻ പാസ്റ്ററിന്റെ 2ാമത്തെ മകനാണ്. അവൻ നല്ലപോലെ ഷട്ടിൽ കളിക്കും. അതുപോലെ പാസ്റ്ററിന്റെ മൂത്ത മകൻ ഇവിടെ ഡേവിഡ്, ഇളയ ക്രിസ്, ഇവർ ഒരുമിച്ചാണ് നിന്ന് ശുശ്രൂഷിക്കുന്നത്. നമുക്കിന്ന് വിശേഷാല് സ്പോർട്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശേഷാൽ സ്റ്റീവനായി. കുഞ്ഞുങ്ങൾ മാത്രമല്ല, യൗവനക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, തീർച്ചയായും വെറ്ററൻസ് ഉണ്ട്. ഇന്ത്യ മുഴുവൻ കായിക രംഗം സജീവം. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ കായിക രംഗം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ ഒളിമ്പിക്സിലേക്ക് വരണം. ഞാനത് വിശ്വാസത്താൽ കാണുക. കേരളത്തിലുള്ള കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ വരണം. ശരിയല്ലേ? വരണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്റ്റീവിന്റെ കൂടെ നിന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രമോദം കളിക്കത്തില്ലേ? ഷട്ടിൽ കളിക്കത്തില്ലേ? വെരി ഗുഡ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ കായിക താരങ്ങൾ നല്ല മൂല്യമുള്ളവരായി, ദൈവഭയമുള്ളവരായി, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ധാരാളം സ്റ്റേഡിയങ്ങളിൽ യേശുവിന്റെ സാക്ഷ്യവുമായി പോകുവാൻ ധാരാളം കായിക താരങ്ങളുമാണ്. യേശുവിന്റെ വചനം പങ്കിടുവാൻ ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. കോച്ചസ്, ഡയറക്ടേഴ്സ്, അത്ലീറ്റ്സ്, ഹൈ പ്രൊഫൈൽ, ലോ പ്രൊഫൈൽ എന്ന് വേണ്ട എല്ലാവരുമായി ഇന്ന് പകൽ യേശു അത്ഭുത മന്ത്രിയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ത്യൻ കായിക രംഗത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എല്ലാ നിലയിലും ഈ രംഗത്തെ പ്രവർത്തിക്കുന്നവരെ, കളിക്കുന്നവരെ അവിടുന്ന് ഉയർത്തും. ഓഫീസേഴ്സിനെ സഹായിക്കും. നീതിയോടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അവിടുത്തെ സഹായവും കൃപയും ബോധ്യവും അവിടുന്ന് നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരള കായിക രംഗത്ത് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ഷട്ടില്, കർത്താവ്, അത്ലറ്റിക്സ് എന്നു വേണ്ട, നീന്തല്, ഏതു മേഖലയില് കേരളം ഒന്നാമത് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും കേരളം ഒന്നാമത് വരട്ടെ. കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ.
യേശുവിന്റെ നാമത്തിൽ പിതാവേ. Amen. Amen. Thank you ക്രിസ്മോനെ, സ്റ്റീവനെ. ദോഹയിൽ നിന്ന് മകന് NOC ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. മിസ്റ്റർ ജേക്കബ് ചെങ്ങന്നൂരിൽ നിന്നാണിത് വിളിച്ചു പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ മറുപടിയായി അത് ലഭിച്ചു. പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥനാ കേരളത്തിലെ എല്ലാ സഹകാരികൾക്കും നന്ദി. കരങ്ങൾ അടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. യേശുവേ, നീ എത്ര നല്ലവൻ. കോവളത്തുനിന്ന് ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. മക്കളുടെ ദാമ്പത്യ ജീവിതം ഐക്യമത്യത്തോടെ കടന്നു പോകണം, നല്ലൊരു ജോലി ലഭിക്കണം, 2 മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ, സാമ്പത്തിക വരികൾ തുറക്കട്ടെ, നല്ല ജോലി ലഭിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ശരീരവേദന മാറണം, അങ്ങനെ നല്ല ജോലി ലഭിക്കണം, നല്ലൊരു വിവാഹം ഉണ്ടാകണം. തിരുവല്ല ഇന്ന് മറിയാമോ വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഒന്നിച്ച് കർത്താവേ, പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ വേദനകൾ മാറിപ്പോകട്ടെ. കർത്താവേ, മകന് നല്ലൊരു ജോലി ലഭിക്കണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവനെ നയിക്കണം, നല്ലൊരു വിവാഹം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ഇപ്പോ വന്നൊരു ടെലഫോണ് നിങ്ങളുടെ ശ്രദ്ധയിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഏതെങ്കിലും വിഷയം അർജന്റായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ളതാണെങ്കിൽ ഉടൻ തന്നെ അത് വിളിച്ചു പറയുക. ഇപ്പൊ ബസ് അപകടത്തിൽപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഡൈഡ് നിയർ മൂന്നാർ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ആ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പല് അവരുടെ കുടുംബം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുക. നമുക്ക് ഒന്നിച്ച് പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരും ചേർന്ന് ഐ റിക്വസ്റ്റ് എവരിവൺ ടു ലിഫ്റ്റ് യുവർ റൈറ്റ് ഹാൻഡ് ടു ദ ലോർഡ് ആസ് എ ടോക്കൺ ഓഫ് യുവർ ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇൻ ജീസസ്. കർത്താവിൽ ഉള്ള വിശ്വാസത്തിന്റെ അടയാളമായി വലതുകരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ കുടുംബത്തിൽ ജീവിതങ്ങൾ എല്ലാ നിലയിലും സമാധാനം ഉണ്ടാകേണ്ടത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കുക, അവർക്ക് ആശ്വാസവും ബലവും ധൈര്യവും സമാധാനം കൊണ്ട് നിറയ്ക്കുക യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. മകൻ എഞ്ചിനീയർ ഫൈനൽ ഇയർ പഠിക്കുന്നു, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ഒരു അഫയർ ഉണ്ട്. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. സാമ്പത്തികമായ വഴികൾ തുറക്കപ്പെടുവാൻ മാവേലിക്കരയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ച് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമല്ലാത്ത എല്ലാ ബന്ധങ്ങളും മാറിപ്പോകട്ടെ, സാമ്പത്തികമായ വഴികൾ തുറക്കപ്പെടട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഷുഗർ മാറണം, അതുപോലെ തന്നെ ഭർത്താവിന്റെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ട്രിവാൻഡ്രത്തുനിന്ന് ബേബി എന്നൊരു സഹോദരി, കർത്താവ് ഞങ്ങൾ ഒന്നിച്ച സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഷുഗറിന്റെ അളവ് നോർമലായി തീരട്ടെ. ഞങ്ങൾ ഹസ്ബൻഡിന് വേണ്ടി മക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ, നിന്റെ സ്നേഹത്താൽ അവർ പിടിക്കപ്പെടണം. കർത്താവ് നിനക്ക് പ്രയോജനമുള്ളവരായി തീരണം യേശുവിൻ നാമത്തിൽ തന്നെ. മലപ്പുറത്തുനിന്ന് ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. ഭർത്താവ് മദ്യപാനത്തിലൂടെ കടന്നു പോകുന്നു. 2 മക്കൾ സംസാരിക്കുന്നില്ല, നടക്കുന്നില്ല, സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മദ്യപാനത്തിന്റെ ആത്മാവ് മാറിപ്പോകട്ടെ, സാമ്പത്തികമായ വഴികൾ തുറന്നു വരട്ടെ, മക്കൾ കർത്താവെ ദൈവിക സൗഖ്യം അനുഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. 2 കരങ്ങൾ ഉയർത്തി. തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് മനസ്സിലാകുന്ന, മലയാളം മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന്, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന്, കാനഡയിൽ നിന്ന് ഈ ആരാധനയിൽ ഇപ്പോൾ തന്നെ ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ നമ്മെ കൈവിടാത്ത യേശു, ആ യേശുവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങളും ഉയർത്തി നമ്മെയും നമ്മുടെ ജീവിതത്തെയും സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ഞങ്ങളോട് ചേർന്ന്, യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഒരിക്കൽ കൂടെ തകപ്പനെ പോ സുമന്ത് വന്ന് അപ്പാ പിതാവേ കടന്നു വന്ന് വഴികളല്ല കൈവിടവില്ലയേ അപ്പാ പിതാവേ കടന്നു വന്ന്
ചേർന്ന് അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ആരാധിക്കൂ, ആരാധിക്കൂ. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ആരാധിക്കൂ. പാസ്റ്ററെ, ഇത് എറണാകുളം ജില്ലയിൽ നിന്ന് ഇത്രയും ദിവസങ്ങളിൽ വന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ്. ഇതിനുവേണ്ടി അനിത സിസ്റ്റർ കരം വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന പ്രയർ റിക്വസ്റ്റുകളാണ്. ഇതിനുവേണ്ടി പാസ്റ്റർ ചേർന്ന് പ്രാർത്ഥിക്കും. ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ്. മലപ്പുറം, നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും അതിൻ്റെതായ ഗൗരവം നൽകി ഓരോന്നിനും പ്രത്യേകം ഇൻഡെക്സ് നമ്പർ കൊടുത്ത് ഓരോ ജില്ല അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളിൽ ചിതറി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ധാരാളം ദൈവജനത്തിന്റെ നടുവിൽ കരങ്ങളിലേക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരേ സമയത്ത് നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം ഈ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കരങ്ങൾ നിവർത്തിയാട്ടെ. ഇത് മുഴുവൻ ജീവിതങ്ങളാണ്. തകരുന്ന കുടുംബങ്ങൾ, വിവിധ വിഷയങ്ങളിൽ ക്ലേശിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ മേൽ അങ്ങയുടെ യേശുവിന്റെ കരം ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുത കരം അവിടുന്ന് നീട്ട്, അവിടുന്ന് അത്ഭുത കരം നീട്ട്. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, കെടുതികൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരാകട്ടെ, ഉയർന്ന ഭാവി ഉണ്ടാകട്ടെ, യേശുവിനുള്ള സ്വസ്ഥതയും സമാധാനവും അവരനുഭവിക്കട്ടെ. അപ്പാ, മറന്നു കളയാത്ത ദൈവമേ, തള്ളിക്കളയാത്ത യേശുവേ, ഞങ്ങളുടെ അത്താണിയായ യേശുവേ, ഞങ്ങളുടെ ആശ്രയമായവനെ, സ്വർഗത്തിൽ അങ്ങ് മാത്രം യേശുവേ, ഭൂമിയിലും അങ്ങ് മാത്രം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ ഒന്നിച്ചു കൊണ്ടുവരുന്നു. അവിടുന്ന് അവരുടെ ജീവിത വിഷയങ്ങളുമേ കരം വിടാതെ വിടുവിക്കും. എല്ലാറ്റിലുപരി കർത്താവേ, ഓരോരുത്തരും യേശുവിന് മാത്രം നൽകുന്ന ആ നിത്യജീവന് ഇവരെല്ലാവരും ഉടമകളാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് നിന്ന് സാംകുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. കാല് മുറിച്ചു, ഭാര്യയുടെ കാൽ ഒടിഞ്ഞ് കമ്പി ഇട്ടിരിക്കുന്നു. കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവിക സൗഖ്യവും ശക്തിയും കൃപയും വ്യാപരിക്കട്ടെ. കുടുംബത്തെ കർത്താവ് മാനിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിന്ധു വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ വിസ നീട്ടി കിട്ടണം, മദ്യപാനം മാറണം, ശമ്പള വർധന ഉണ്ടാകണം, ഡയബറ്റിക് മാറണം. ഇതുവൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ വിസ നീട്ടി ലഭിക്കട്ടെ കർത്താവേ. മദ്യപാന സഖ്യ ജീവിതത്തിൽ വിട്ടുമാറട്ടെ, ശമ്പളത്തിൽ ഉയർന്ന് ലഭിക്കട്ടെ കർത്താവേ. പൂർണ്ണമായ സൗഖ്യത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നഷ്ടപ്പെട്ടു പോയ 10,000 രൂപ തിരികെ കിട്ടണം. നഷ്ടപ്പെട്ടു പോയ മെമ്മറി കാർഡ് തിരികെ ലഭിക്കണം. കോഴിക്കോട് നിന്ന് കുര്യൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ നഷ്ടപ്പെട്ടു പോയത് ഇന്ന് തന്നെ മടക്കി ലഭിക്കാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് ശാന്തി വിളിച്ചിരിക്കുന്നു. ലോണിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇതുപോൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തക്ക സമയത്ത് ആ ലോൺ സാങ്ഷൻ ആകട്ടെ കർത്താവേ. ദൈവത്തിന്റെ പ്രവർത്തനം വെളിപ്പെട്ടിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ ആഴ്ചയിൽ തന്നെ ചില സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്തു തീർക്കുവാനുണ്ട്. ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. മാവേലിക്കരയിൽ നിന്ന് സണ്ണി എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ച് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ പ്രിയ സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമീൻ. വഴി ഇല്ലാത്തിടത്ത് വഴികളെ ഉണ്ടാക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് വഴിയായി ആ കുടുംബത്തിൽ ഇറങ്ങി നിൽക്കും. വാതിലുകളെ കർത്താവ് തുറക്കും. നന്മയ്ക്കായി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പുറച്ചിയിൽ നിന്ന് തങ്കച്ചൻ വിളിച്ചിരിക്കുന്നു. കാലിന്റെ വേദനയാൽ ഭാരപ്പെടുന്നു. ഇതുപോൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. വസ്തുവിന്റെ മേൽ നടപടികൾക്കായി നോട്ടീസ് വന്നിരിക്കുന്നു. വീട്
നഷ്ടപ്പെടാതെ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായ വഴികൾ തുറക്കപ്പെടട്ടെ, എല്ലാ കെടുതികളും മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ വിളിച്ചിരിക്കുന്നു, കൊച്ചുമകന്റെ സ്വഭാവം നല്ലതാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവന് നല്ല സ്വഭാവം കൊടുത്താട്ടെ. ദൈവജ്ഞമല്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. തലവേദന, സൈനസൈറ്റിസ്, കഫം, അലർജി, ചെങ്ങന്നൂരിൽ നിന്ന് കോശി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തലവേദന മാറിപ്പോകട്ടെ, എല്ലാ കഫത്തിന്റെ പോകട്ടെ, ദൈവകൃപയും സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിളിച്ചിരിക്കുകയാണ്. ഭർത്താവിന് മദ്യപാനം മാറണം, കാലുവേദന മാറണം, ഇതുപോലെ സമയത്ത് സഹോദരയുടെ വൈദ്യവേദന മാറണം. ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആ പ്രിയ മകന്റെ കർത്താവ് മദ്യപാനം തെറ്റി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ്, എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ മാറി പൂർണ്ണമായ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒന്നിച്ച് ലോകരാജ്യങ്ങളിൽ സമാധാനത്തിനായും ഇന്ത്യയിൽ ദൈവിക അനുഗ്രഹത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ സ്ക്രീനിലേക്ക് നിവർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം പ്രാർത്ഥനാ പങ്കാളികൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ലോകരാജ്യങ്ങളിൽ അവിടുത്തെ സമാധാനം, അങ്ങയുടെ നിയന്ത്രണം അവിടുന്ന് പകരം യെരൂശലേമിന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. We bless the nations of the world with the blessings of heaven above. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാൽ രാജ്യങ്ങൾ നിറയപ്പെടട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ഭീകര പ്രവർത്തനങ്ങൾ മാറട്ടെ, രക്തച്ചൊരിച്ചിലുകൾ മാറട്ടെ, ക്ലേശങ്ങൾ മാറട്ടെ. കർത്താവെ, കഷ്ടത പാടുന്ന ജനത്തെ അവിടുന്ന് ഉദ്ധരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നശിപ്പിക്കുന്നവർക്ക് രൂപാന്തരം നൽകണമേ. യേശുവിന്റെ സ്നേഹത്താൽ അവിടുന്ന് അവരെ കടന്നു പിടിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യം ഇന്ത്യയെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ത്യ അനുഗ്രഹിക്കുന്നു. We bless India in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. ഭരണകർത്താക്കൾ അനുഗ്രഹീതരാകട്ടെ. കർത്താവേ, ദൈവവചന പ്രകാരം നീതിയോടെ ഭരണം നടത്തുവാൻ അവിടുത്തെ കഴിവ്, പ്രാപ്തിയും ബോധ്യവും അവർക്ക് നൽകണം. ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ നടുവ് ഞങ്ങളുടെ രാജ്യത്തെ അവിടുന്ന് വിടുവിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. നമുക്കൊന്നിച്ച് കേരളത്തിൽ രാജ്യത്ത് പലയിടത്തും മഴയില്ല, അത് നിമിത്തമുള്ള വളരെ ക്ലേശങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ പോയാൽ ഭാരതത്തിൽ മഴയുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, മഴ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇത് മഴയുടെ സീസൺ അല്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ്, എങ്കിലും അവിടുന്ന് സീസൺസിന്റെ മീതെ പ്രവർത്തിക്കുന്ന കർത്താവാകയാൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കൽപ്പിക്കുന്നു, മഴ ഉണ്ടാകട്ടെ, മഴ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ മഴ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. KSFയുടെ ജപ്തി നടപടികൾ മാറണം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വഴികളെ കർത്താവ് തുറക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മോളി വിളിച്ചിരിക്കുന്നു, മകന് വിവാഹം നടക്കണം, കടഭാരം മാറണം. ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിവാഹം മകന് തക്ക സമയത്ത് നടക്കട്ടെ. അതുപോലെ അവർ അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഭവനത്തിലെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടണം. കാട്ടാക്കടയിൽ നിന്ന് അമ്പിളി എന്ന് പറയുന്ന ഒരു സഹോദരി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവിക നന്മകളാൽ ആ കുടുംബം നിറയപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലണ്ടനിൽ സുബിൻ വിളിച്ചിരിക്കുന്നു, വിവാഹം നടക്കണം, വിസ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മകന് തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. അതുപോലെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഫ്രീ വിസയിൽ പോയി ജോലി ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേക സൗദിയിലേക്കാണ് പോയിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ വഴിയും നന്മയും ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. സഹോദരൻ MBA ബൾഗേറിയയിൽ 7 വർഷമായി ജോലിയിലായിരിക്കുന്നു. വിവാഹം നടക്കണം, അപ്പാർട്ട്മെന്റ് വിട്ടിട്ട് ഖത്തറിൽ ജോലിക്ക് വരണം. സുനിത എറണാകുളം പകൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ ഓരോരോ വിഷയത്തിന്റെ മേലെ പ്രത്യേകിച്ച് സഹോദരൻ ലിജോയ്ക്കായി പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം ആ പ്രിയപ്പെട്ടവൻ ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ ആ ഫ്ലാറ്റ് നല്ല വിലയ്ക്ക് വിറ്റുപോകട്ടെ. ഖത്തറിലേക്ക് ജോലിക്ക് വരുവാൻ ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ചങ്ങന്ന് വിജയലക്ഷ്മി വിളിച്ചിരിക്കുന്നു. മോളിൽ ബ്ലീഡിംഗ് പൂർണ്ണമായും സൗഖ്യമാണ്. ഭർത്താവിന്റെ മാനസാന്തരം കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളിൽ പരിപൂർണമായി സൗഖ്യം ഉണ്ടാകട്ടെ. ഭർത്താവിന് നല്ലൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. മധ്യാഹ്നത്തിൽ വിടുതൽ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. മകൾക്ക് ശ്വാസം മുട്ടല്, കാലിന് വേദന, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അഷീലയുടെ മകൾ സൗഖ്യമാകട്ടെ, സമ്പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നടുവേദനയിൽ ഭാരപ്പെടുന്നു റേച്ചൽ ട്രിവാൻഡ്രം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം വിടുതലും ആ പ്രിയ സഹോദരന് മേൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതു തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിലും ഒന്നുകിൽ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കുകയോ ആ സ്ക്രീനിലേക്ക് വന്ന് ആ സ്ക്രീനിൽ തൊട്ട് ആത്മാവിൽ ഐക്യതയോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ ഇപ്പോൾ വ്യാപിക്കുന്നു. ഏതു തരത്തിലുള്ള രോഗമാകട്ടെ യേശു സൗഖ്യമാക്കാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതു തരത്തിലുള്ള രോഗത്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നെങ്കിലും ഇപ്പോൾ തന്നെ ടെലിവിഷനിൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർ സമ്പൂർണ്ണ സൗഖ്യം ഉള്ളവരാകട്ടെ. അവരും അവരുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. യേശുവിലുള്ള ശുഭമായ ഭാവി നമുക്ക് അനുഭവിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ അല്പനിമിഷങ്ങൾ യേശുവിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ പാട്ട് നിങ്ങളുടെ സാക്ഷ്യമായിരിക്കും. തുടർന്നും പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയണം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാനൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കും. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. യേശുവിന്റെ രക്തം നിമിത്തം നമുക്ക് വിമോചനമുണ്ട്. യേശുവിന്റെ രക്തം നിമിത്തം നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിന്റെ ചിന്തപ്പെട്ട രക്തം നിമിത്തം നമുക്ക് ഉയർച്ചയും വിടുതലും നിത്യജീവനുമുണ്ട്. ആ യേശുവിൽ ആശ്രയിക്കാം. അടുത്ത ദിവസം നമ്മൾ ഒന്നിച്ച് കാണുന്നത് വരെയും കർത്താവിന്റെ കൃപയിൽ നമുക്കായിരിക്കാം. യേശു നമുക്കായി കരുതിയ ആ ശുഭമായ ഭാവി നമുക്ക് അനുഭവിപ്പാൻ. പ്രിയമുള്ളവരെ, ആത്മഹത്യ വരണ്ട, ആത്മഹത്യ വേണ്ട, ആത്മഹത്യ വേണ്ട, ആത്മഹത്യ വേണ്ട. നോ മോർ സൂയിസൈഡ് ബിക്കോസ് ജീസസ് ഈസ് ദേർ. യേശു ഉള്ളത് കൊണ്ട് ആത്മഹത്യ വേണ്ട. രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ പറ, യേശുവേ എന്നെ അവിടുന്ന് സ്പർശിക്കണം, യേശുവേ എന്നെ സ്പർശിക്കണം. ജീസസ് ടച്ച് മീ. യേശുവിന്റെ നാമത്തിൽ മകന്റെ മദ്യപാനം മാറാൻ പ്രാർത്ഥിച്ചു. സൗഖ്യം യേശു നൽകി. എത്ര നല്ല കാര്യം. ദൈവത്തിന് സ്തോത്രം. ഇനി വരുന്ന വിഷയങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥന പോരാളികൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവകൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ക്യാൻസർ നിമിത്തം 2 ബ്രസ്റ്റും റിമൂവ് ചെയ്ത് യൂട്രസ് തടിപ്പുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് കുറവിലങ്ങാട് നിന്ന് വിജി ആവശ്യപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം മകൾക്കുണ്ടാകട്ടെ. വാടക കൊടുക്കുവാൻ കടം വാങ്ങിയ സ്വർണം കാണാതെ പോയി. മകൻ ആത്മീയമായി ഉയരണം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ലീലാമയ്ക്ക് പനിയും തൊണ്ടവേദനയും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. ലീലാമ ഫിലിപ്പ് ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. എബ്രഹാം സാം കൂട്ടുകെട്ട് നല്ലതാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടുകെട്ട് യേശുവിൽ ഉയർന്ന ജീവിതം ഈ പ്രിയപ്പെട്ടവർ കൊണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. 26 ദിവസം പ്രായമായ കുഞ്ഞ് കഫക്കെട്ടിനാൽ പ്രയാസപ്പെടുന്നു. മഞ്ജു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുഞ്ഞ് പൂർണ്ണ സൗഖ്യമുള്ള കുഞ്ഞായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ശാന്ത വയർവേദനയും ഷുഗറിന്റെ ഘടകത്തിയാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും വിടുതലും ഇപ്പോൾ തന്നെ അവിടെ ഉണ്ടാകട്ടെ. സുഷ ബ്രസ്പെയിന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകും യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന പങ്കാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിച്ചു പറയുക. യേശുവിൽ നമുക്ക് ഒന്നിച്ച് ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാം. ഞങ്ങളോടൊപ്പം പങ്കാളികളാകുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. 100 മടങ്ങ് പ്രതിഫലം നൽകുന്ന കർത്താവിന്റെ കരങ്ങളിൽ. ഒടുവിൽ സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വേലയിൽ എപ്പോഴും നമുക്ക് വർദ്ധിച്ചു വരാം. നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. ഫൈനലി ബ്രദറൻ, be steadfast and immovable and always abounding in the work of the Lord, that our reward in heaven is so great. So നമ്മുടെ പ്രതിഫലം വലുതാകയാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലത്തിനായി നമുക്ക് കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് യാത്ര ചെയ്യാം.
ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഞങ്ങളോട് ചേർന്ന് നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ നീ